സർഫസ് ഏരിയാസ് ആൻഡ് വോളിയത്തിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് റൈറ്റ് സർക്കുലർ കോൺ ദാറ്റ് ക്യാൻ ബി കട്ട് ഔട്ട് ഓഫ് എ ക്യൂബ് ഹൂസ് എഡ്ജ് ഈസ് 9 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് കാണേണ്ടത് വോളിയം ഓഫ് ദ ലാർജസ്റ്റ് റൈറ്റ് സർക്കുലർ കോൺ ആണ്. നമുക്കറിയാം കോണിന്റെ വോളിയം എന്താണ്? കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണണമെങ്കിൽ വോളിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ റേഡിയസ് എന്താണെന്ന് അറിയണം, ഹൈറ്റ് എന്താണെന്ന് അറിയണം. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു ക്യൂബിന്റെ എഡ്ജ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു ക്യൂബ്, ഇപ്പൊ ഈ ഒരു ക്യൂബിന്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് തന്നിട്ടുള്ളത്. ഈ എഡ്ജ് ഇതിൽ നിന്നാണ് ഫൈൻഡ് ദ വോളിയം, ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്തിട്ട് കോണാക്കുന്നത്. അപ്പോൾ കോണാവുമ്പോൾ ഇവിടെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്മുടെ കോണിന്റെ ഹൈറ്റ് ആയിരിക്കും. ഹൈറ്റ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുക. ഇനി റേഡിയസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ റേഡിയസ് നമ്മുടെ കോൺ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റ് നമുക്ക് സെയിം തന്നെ കിട്ടി 9. അപ്പോൾ ഇതിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 9/2 ആയിരിക്കും. കാരണം ഈ ഒരു ലെങ്ത് ഇതിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ ആണ് എത്ര വരിക? 9 വരിക. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 9/2 ആണ് വരിക. ബാക്കി നമുക്ക് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണെന്നറിയാം. പക്ഷേ ഇവിടെ ഒരു ക്യൂബിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ക്യൂബിന്റെ എഡ്ജ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ എഡ്ജ് തന്നെയായിരിക്കും ആ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9 സെന്റിമീറ്റർ അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ 9/2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു പൈൻ്റെ വാല്യൂ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 9/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 9. 3 ക്യാൻസൽ ആയി. ഇവിടെ 11. അത്രയും നമുക്ക് ക്യാൻസൽ ആവുള്ളൂ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 33 ഇൻറ്റു 81 324 അപ്പോൾ 2673 ആണ് വരുന്നത്. 2673 ഡിവൈഡ് ബൈ 14 ആണ് വരുന്നത്. ഇനി 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക എന്നുള്ളത് നോക്കാം. 2673 ഡിവൈഡ് ബൈ 14 ആണ്. 1 ടൈം 14 12 പോലെ 127 9 ആവുമ്പോൾ 126 വന്നു. 1 13 നമ്മൾ 13 ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0 കൊടുക്കും, പോയിന്റ് ഇട്ടു. 130യിൽ 9 ടൈംസ് തന്നെ. അപ്പോൾ 126 4 പിന്നെ 40 അങ്ങനെ പോകുന്നു. 40ലാവുമ്പോൾ എത്ര ടൈം പോവും? 3 ടൈംസ്. 3 ടൈംസും പോവില്ല, 2 ടൈംസേ വരുള്ളൂ. 3 ടൈം ആവുമ്പോൾ 12 42 ആണ് വരുന്നത്. അപ്പോൾ 2 ടൈം 190.92 സെന്റിമീറ്റർ ക്യൂബ്. വോളിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ സെന്റിമീറ്റർ ക്യൂബിൽ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 8 സെന്റിമീറ്റർ. ഒരു കോണിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ വോളിയം 48 പൈ സെന്റിമീറ്റർ ക്യൂബ്. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് കോൺ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഡയമീറ്റർ ഓഫ് എ കോൺ ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എന്തായി? 8/2 ഈക്വൽ ടു 4. അപ്പോൾ കോണിന്റെ റേഡിയസ് നമുക്ക് 4 എന്ന് കിട്ടി. ഇനി ഇതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് 48 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വോളിയം ഓഫ് കോൺ എന്താണ്? വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അത് നമുക്ക് ഗിവൺ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു 48 പൈ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. ആർ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു 48 ഇൻറ്റു 3.
ഇനി h is equal to 48 into 3 by r square ആണ് വരിക. അപ്പോൾ 48 into 3 divide by r എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4. അപ്പോൾ 4 into 4 ഇതിനെ 4 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആദ്യം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് 4ൽ പോകും. 4 കൊണ്ട് ക്യാൻസൽ ആകുമ്പോൾ 1 12 ഇത് 3. അപ്പോൾ r സ്ക്വയർ എന്ന് പറയുന്നത് h is equal to 9 സെൻറ്റിമീറ്റർ. h ആണ് നമുക്ക് കാണേണ്ടത്. ആറിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h എത്രയാണെന്നുള്ളത് കിട്ടും. h എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. The third question, if the radius of a cylinder is doubled and height is half, then find its volume. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് ഡബിൾ ചെയ്യുക, അതുപോലെ ഹൈറ്റ് പകുതിയാക്കുമ്പോൾ അതിൻ്റെ വോളിയം എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതിൻ്റെ റേഡിയസ് ലെറ്റ് ദ ഇനിഷ്യൽ ആദ്യം ഉള്ളത് ഇനിഷ്യൽ റേഡിയസ് ബി ആർ ആൻഡ് ഹൈറ്റ് ബി എച്ച് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം ആദ്യമുള്ള വോളിയം എത്രയായിരിക്കും? വോളിയം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. കാരണം റേഡിയസ് ആറും ഹൈറ്റ് എച്ചും ആണ് നമുക്ക് ഇനിഷ്യലായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പിന്നെ എന്താണ് നമ്മുടെ കണ്ടീഷൻ? റേഡിയസ് ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് പുതിയത് R1 എന്ന് പറയുന്നത് എന്താണ്? 2 times R. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് h/2. ഇനിഷ്യൽ ഹൈറ്റിൻ്റെ ഹാഫ് ആണ് പുതിയ ഹൈറ്റ്. അതുപോലെ പുതിയ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ റേഡിയസിൻ്റെ ഡബിള്. അപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായി? വോളിയം ഈക്വൽ ടു പൈ R1 സ്ക്വയർ H1 ആണ്. അങ്ങനെയാണെങ്കിൽ പൈ ഇൻറ്റു R1 എന്ന് പറയുന്നത് എത്രയാണ്? 2R സ്ക്വയർ ഇൻറ്റു H1 എന്ന് പറയുന്നത് എന്താണ്? h/2. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുതിയ വോളിയം എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ആദ്യമുള്ള റേഡിയസിന്റെ ഡബിളായി, ഹൈറ്റ് എന്ന് പറയുന്നത് ആദ്യമുള്ള ഹൈറ്റിന്റെ ഹാഫായി. അങ്ങനെയാണെങ്കിൽ ന്യൂ വോളിയം എന്ന് പറയുന്നത് പൈ R1 സ്ക്വയർ H1 ആണ്. R1 എന്നുള്ളത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, H1 എന്നുള്ളത് h/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പൈ ഇൻറ്റു ഇവിടെ 4R സ്ക്വയർ ഇൻറ്റു h/2. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യമുള്ള വോളിയം എത്രയായിരുന്നു? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇപ്പോൾ ഉള്ള വോളിയം എത്രയാണ്? 2 times പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ വോളിയം ഈസ് ഡബിൾഡ്. ദെയർഫോർ വോളിയം ഡബിൾഡ് ആണ്. അപ്പോൾ റേഡിയസ് ഡബിൾ ആക്കുകയും ഹൈറ്റ് പകുതിയാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? വോളിയം ഡബിൾ ആയിട്ടാണ് കിട്ടുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് 726 സെന്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്താണ്? TSA ഓഫ് ക്യൂബ്. ഫോർമുല കറക്റ്റ് ആയിട്ട് അറിയണം. TSA ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 6a² ആണ്. അത് നമുക്ക് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് a കണ്ടുപിടിക്കുക. നമുക്കിവിടെ എന്താ കാണേണ്ടത്? വോളിയം. വോളിയം ഓഫ് ക്യൂബ് എന്താണ്? വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് a³ ആണ്. a³ കാണണമെങ്കിൽ നമുക്ക് a എന്താണെന്ന് അറിയണം. അപ്പോൾ 6a² തന്നിട്ടുണ്ട്. 6a² ഈക്വൽ ടു 726 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് a² ഈക്വൽ ടു 726 ഡിവൈഡ് ബൈ 6. അപ്പോൾ ഇത് എത്ര ടൈമാണ് പോവുക? 1 12ൽ 2 ടൈം ഇനി 121. a² എന്ന് പറയുന്നത് 121 ആണ്. a² 121 ആണെങ്കിൽ a എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 121, ദാറ്റ് ഈസ് ഈക്വൽ ടു 11. സൈഡ് നമുക്ക്, അതായത് എഡ്ജ് എന്താണെന്നുള്ളത് കിട്ടി. ഇനി എന്താണ് കാണേണ്ടത്? വോളിയം. വോളിയം ഈക്വൽ ടു a³. a³ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 11 ക്യൂബാണ് വരിക. 11 ക്യൂബ്. 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് 121. 121 ഇൻറ്റു 11 1 2 1 1 2 1 1331 ആണ് വരിക. ഇറ്റ് ഈക്വൽ ടു 1331 സെന്റിമീറ്റർ ക്യൂബ്. അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോൺ, എ ഹെമിസ്ഫിയർ ആൻഡ് എ സിലിണ്ടർ സ്റ്റാൻഡ് ഓൺ ഈക്വൽ ബേസസ് ആൻഡ് ഹാവ് ദ സെയിം ഹൈറ്റ്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം റേഷ്യോ. അപ്പോൾ ഈക്വൽ ബേസിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് അതിന്റെ റേഡിയസ്, ബേസ് അതിന്റെ ഹൈറ്റും ഈക്വൽ ആണ്. അപ്പോൾ R is equal to H ആയിട്ടാണ് വരിക. നമുക്കറിയാം കോണിന്റെ വോളിയം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വോളിയത്തിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താണ്? 1/3 പൈ R സ്ക്വയർ H ആണ്. അതുപോലെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ
വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ് ആണ്. വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ഇതിൽ R Hന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഷ്യോ, അതായത് വോളിയം, നമുക്ക് ഇത് V1, ഇത് V2, ഇത് V3 എന്ന് കൊടുക്കുകയാണെങ്കിൽ V1 ഈസ്റ്റു V2 ഈസ്റ്റു V3 ആണ് നമുക്ക് കാണേണ്ടത്. അത് ഈക്വൽ ടു എങ്ങനെ പറയാം, 1/3 പൈ R Hന് ഈക്വൽ ആണ്. അത് എന്ത് എഴുതാം, നമുക്ക് H ക്യൂബ് എന്ന് എഴുതാം. ഈസ്റ്റു 2/3 പൈ H ക്യൂബ് ഈസ്റ്റു പൈ R H ആവുമ്പോൾ H സ്ക്വയർ ഇൻറ്റു H എന്ന് പറയുന്നത് H ക്യൂബ്. അപ്പൊ എല്ലാത്തിലും H ക്യൂബ് വന്ന് പൈ എല്ലാത്തിലും ഉള്ളത് കൊണ്ട് പൈ ക്യാൻസൽ ആയി. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്നത് 1/3 H ക്യൂബും എല്ലാത്തിലും ഉണ്ട്. അപ്പൊ H ക്യൂബിനെ നമുക്ക് ഒഴിവാക്കാം, പൈയും H ക്യൂബും ഒഴിവായി. അപ്പൊ 1/3 ഈസ്റ്റു ഇവിടെ 2/3 വന്നു, ഇവിടെ 1. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഇല്ല, അപ്പൊ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1:2:3. അപ്പോൾ വോളിയം, അതിന്റെ വോളിയത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതായത് വോളിയം ഓഫ് കോൺ ഈസ്റ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ്റ്റു വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 1:2:3 ആണ് വരിക. സെയിം ബേസിൽ സെയിം ഹൈറ്റും ആയതുകൊണ്ട് അവിടെ റേഡിയസും ഹൈറ്റും ഈക്വൽ ആയി. അതിൽ നിന്ന് നമ്മൾ അതിന്റെ വോളിയത്തിന്റെ റേഷ്യോ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.